മുറിവുകൾ കൂട്ടിത്തുന്നിയായിരിക്കും മനുഷ്യൻ പലപ്പോഴും നഷ്ടമായ ജീവിതത്തെ തിരിച്ചുപിടിക്കുക. എത്ര കൂട്ടിത്തുന്നിയിട്ടും ഓർമ്മയുടെ ചുവരിൽ പതിഞ്ഞുപോയ ചില കാഴ്ചകൾ നിശബ്ദമാക്കിയ ഒരു കലാകാരി. പൂഴിമണ്ണിൽ കൈവിരൽ തുമ്പുകൊണ്ട് വരഞ്ഞാണ് കോഴിക്കോട് മാറാട് കടപ്പുറത്തെ റീന എന്ന പെൺകുട്ടി വരയ്ക്കാൻ പഠിച്ചത്. കുട്ടിയുടെ അസാമാന്യ പ്രതിഭ കണ്ട് അമ്പരന്നവർ പ്രതീക്ഷിച്ചു ഭാവിയിൽ അവളോളം നല്ലൊരു കലാകാരി വേറെയുണ്ടാകില്ലെന്ന്. അതിലേക്കുള്ള യാത്ര തുടങ്ങിയതാണ് റീന. പക്ഷേ പാതി വഴിയിൽ എങ്ങനെയോ ആ വഴി അവൾക്ക് നഷ്ടമായി. വിരൽത്തുമ്പുകൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്രകാരി തന്നെയാണ് റീന ഇപ്പോഴും. നിർഭാഗ്യവശാൽ ആ ചിത്രങ്ങളെല്ലാം റീനയിൽ തുടങ്ങി റീനയിൽ തന്നെ അവസാനിക്കുന്നു. അത് ഞാൻ വരക്കുന്നതെല്ലാം നല്ലതാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്നത് നല്ലതാണ്. അങ്ങനെ നല്ലതെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നല്ല അറിയപ്പെടുന്ന ഒരു കലാകാരി ആവണമെന്നുമുണ്ട്. അത് സാധിച്ചില്ല, ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചെറുതായിട്ട് എഴുതും, കവിത അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ റീനേച്ചിൻ്റെ കഴിവിനനുസരിച്ച് റീനേച്ചിക്ക് അങ്ങനെ ഒരു അറിയപ്പെടാൻ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ജീവിത സാഹചര്യം വെച്ച് ഇപ്പം ഇനി ഇത് കണ്ടിട്ടെങ്കിലും നല്ലൊരു മാറ്റം റീനേച്ചിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചിത്രം വരച്ച് ആനന്ദിച്ചിരുന്ന റീനയുടെ വരകളുടെ തെളിമ ആദ്യം കണ്ടത് മുതിർന്ന ചേച്ചി. അപ്പോൾ ചെറുപ്പത്തിൽ 1-2 ക്ലാസ് പഠിക്കുമ്പോഴേ വരയ്ക്കും. പക്ഷെ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഒരു 5-6 ക്ലാസ്സിലെത്തിയപ്പം ബുക്കിലിങ്ങനെ വരച്ച് ഒരു ശോഭനൻ്റെ ഒരു ചിത്രം. ആ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു വേദന. ഈ കുട്ടിക്ക് വരക്കാൻ അറിയല്ലോ, എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മളെ ഈ കഴിവോട് നമുക്ക് വിവരമില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു വിവരം വേണ്ട, അതില്ല. ഞാൻ ചോദിച്ചു, റീനെ നീ ഇത്ര നന്നായിട്ട് വരയ്ക്കല്ലോ. അപ്പോൾ ഇങ്ങനെ കൈവച്ച് പറഞ്ഞു, എൻ്റെ ചേച്ചി എനിക്ക് വരച്ച് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണേന്നറിയും. അത്താഴത്തിന് അരി തേടി വലയുന്ന ചേച്ചിക്ക് കൂടുതൽ ഭാരമാകാൻ അനുജത്തി തയ്യാറായില്ല. അതോടെ വരപഠിത്തം അവസാനിച്ചു. പ്രീ ഡിഗ്രി കൊണ്ട് പഠനവും. നമ്മളെ കഷ്ടകാലം കൊണ്ട് ഓളൊന്നും പുറത്തേക്ക് പറയില്ല. എന്തെങ്കിലും എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും പറയില്ല. കാരണം നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊന്നും പറയാനുള്ള മനസ്സൊക്കെ ഇല്ല. വഴി കാട്ടി തന്നിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചിട്ട് ആഗ്രഹമുണ്ട് എൻ്റെ മോള് നല്ലൊരു ചിത്രകാരിയായി കാണാൻ. കുടുംബത്തിന് സഹായമാകാൻ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലിക്ക് പോയി തുടങ്ങി റീന. വോൾട്ടേജ് ഇല്ലാതെ പകർപ്പ് തെളിയാത്ത കറുത്ത പേപ്പറുകളിൽ നഖം കൊണ്ട് കോറി ഒരിക്കൽ റീന. അതൊരു തുടക്കമായിരുന്നു. ആരും പറഞ്ഞുകൊടുക്കാതെ, അത്തരത്തിലൊരു ചിത്രരചനാരീതി നിലവിലുണ്ടോ എന്നറിയാതെ റീന ആ കറുത്ത പേപ്പറുകളിൽ വിസ്മയം വിരിയിച്ചു. അനന്തശയനത്തിൽ മഹാവിഷ്ണു, കാൽക്കൽ ലക്ഷ്മീദേവി, എല്ലാം മറന്ന് താണ്ഡവമാടുന്ന മഹേശ്വരൻ. ദൈവങ്ങൾ മാത്രമല്ല, നിസ്സഹായരായ സാധാരണ മനുഷ്യരും പ്രകൃതിയുമെല്ലാം ആ കറുപ്പ് വകഞ്ഞുമാറ്റി പുഞ്ചിരിച്ചെത്തി. അരമണിക്കൂർ തികച്ചു വേണ്ട റീനയ്ക്ക് ഈ ചിത്രങ്ങൾക്ക് ജീവൻ നൽകാൻ. പ്രീ ഡിഗ്രി തോറ്റതിന് ശേഷം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചിത്രരചനയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. സാമ്പത്തികമാണ് അതിന് കാരണം. പിന്നെ അതിനുശേഷം വേറെ പല തൊഴിലാണ് ഞാൻ ചെയ്തത്. ഫോട്ടോസ്റ്റാറ്റ് കടയിലും തുണിഷാപ്പിലെല്ലാം പോയി അവിടെയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ 4 വർഷമായി ഞാനിപ്പോൾ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്ന ഒരു കടയിലാണ് പോകുന്നത്. ചിത്രരചനയായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്നത് ഈ ഒരു ജോലിയാണ്. കടലോളം സ്വപ്നം കണ്ട മനസ്സാണ് റീനയുടേത്.
നിറവർണ്ണക്കടൽ പകർത്തിവയ്ക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ചുറ്റും പരാധീനതകളും പിൻവിളികളും മാത്രം. മാറാട് കടപ്പുറത്ത് അസാധാരണമായ ജീവിതാനുഭവങ്ങൾക്കിടയിൽ പകച്ചു നിൽക്കുകയാണ് റീന. റീനയെ ശില്പത്തിന്റെയും ചിത്രത്തിന്റെയും ലോകത്തു നിന്നും മാറ്റി നിർത്തിയത് ഒരു കലാപത്തിന്റെ നേർക്കാഴ്ചയാണ്. ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകൾ നിറങ്ങളിലേക്ക് പകർത്താൻ ഒരു വലിയ ക്യാൻവാസ് തേടുന്നുണ്ട് ഈ ചിത്രകാരി. ഞാൻ ഒത്തിരി പടങ്ങൾ വരച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ചെറിയ ചെറിയ പടങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു വലിയ ക്യാൻവാസിൽ ഞങ്ങൾ മാറാട് നടന്ന സംഭവങ്ങൾ, കലാപങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം എനിക്ക് ക്യാൻവാസിലേക്ക് പകർത്തണം എന്നുണ്ട്. അതിനെനിക്ക് കഴിയുമെന്നറിയില്ല. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൂടാതെ എൻ്റെ ഗ്രാമത്തിലെ നല്ല നല്ല ചിത്രങ്ങൾ, ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കുറേ ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. പിന്നെ സ്ത്രീത്വത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, അതിനെതിരെ നടത്തുന്ന അങ്ങനെ ഒരുപാട് ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് പകർത്താൻ ഒരു ക്യാൻവാസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരോ കൃഷ്ണവിഗ്രഹം തീർക്കുന്നത് വെറുതെ നോക്കി നിന്നതാണ് ഒരിക്കൽ റീന. തിരികെ വീട്ടിലെത്തി അതൊന്ന് പകർത്താൻ ശ്രമിച്ചപ്പോൾ മുന്നിൽ വിടർന്ന കണ്ണുകളോടെ അമ്പാടിക്കണ്ണൻ. ആദ്യം തീർത്ത 25 പ്രതിമകൾ ഗുരുവായൂരിൽ ഒറ്റയടിക്ക് വിറ്റുപോയി. കൈനിറയെ ഓർഡറുകളുമായി പ്രതീക്ഷകളുടെ കടലിരമ്പവുമായാണ് റീന മാറാട് തിരിച്ചെത്തിയത്. പക്ഷേ അന്നത്തെ അസ്തമയ സൂര്യന്റെ ചുവപ്പിനൊപ്പം കടപ്പുറത്തെ പൂഴിമണ്ണിൽ പരന്ന ചോരക്കറ ആഹ്ലാദത്തിന്റെ ആ ഹൃദയ നിറതിരിയെ ഊതിക്കെടുത്തി. പിന്നീടൊരിക്കലും റീനയുടെ കരങ്ങൾ ശില്പങ്ങൾ മെനഞ്ഞില്ല. ഒരു ഭാഗത്ത് കൊല നടന്നിട്ട് അവർക്ക് നിലവിളിക്കാനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ, ഞങ്ങളൊന്നും അറിയുന്നില്ല, ഈ ഭാഗത്ത് അറിയുന്നില്ല. ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. പിന്നെ അതിനെ തുടർന്നുണ്ടായ പോലീസും ബോംബ് സ്ഫോടനവും അതൊന്നും മറക്കാൻ കഴിയില്ല. അത് വല്ലാത്തൊരു നടുക്കാണ്. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും നടുക്കാണ്. ഉള്ളിലിരമ്പുന്ന സങ്കടക്കടലിനിടയിലും ചില ചെറിയ സന്തോഷങ്ങളും റീനയ്ക്കുണ്ട്. പുറം ലോകം ഈ ചിത്രകാരിയെ അറിയുന്നില്ലെങ്കിലും നാട്ടുനന്മ അത് അംഗീകരിച്ചു കഴിഞ്ഞു. മാറാട് കടപ്പുറത്ത് പുതുതായി നിർമ്മിക്കുന്ന മിക്ക വീടുകളുടെയും ചുവരിൽ റീന വരച്ച ഒരു ചിത്രമുണ്ടാകും. റീന എന്ന കലാകാരിക്കായി മാറാട് കടപ്പുറം തങ്ങളുടെ വീടിന്റെ ഒരു ചുവര് സമ്മാനിച്ചു. ഓരോരുത്തരുടെയും ഇഷ്ടദൈവങ്ങളെ ഭക്തിപൂർവം റീന ആ ചുവരുകളിലേക്ക് ആവാഹിച്ചു. അസാധാരണ കഴിവുള്ള ഒരു ചിത്രകാരിയുടെ പ്രതിഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി അത് മാറി. അതോടൊപ്പം നിറക്കൂട്ടുകൾ കൊണ്ട് തങ്ങളുടെ മീൻപിടുത്ത ബോട്ടുകൾ മനോഹരമാക്കാനും അവർ റീനയെ വിളിച്ചു. ഇഷ്ടമാണ് ഹനുമാൻ. അപ്പോൾ ആ പേജ് വരക്കാനും അറിയാം. അപ്പോൾ നമ്മളെ വീടൊരു സൗകര്യമാക്കി ഒന്ന് വരക്കണം. നമ്മളെ വീട്ടിൽ ഫോട്ടോ ആയി, ഏച്ചിൻ്റെ വരയും ക്ലിയർ ആയല്ലോ. വിഷു വരുമ്പോൾ എല്ലാവരും പ്രതിമ ഉണ്ടല്ലോ കൃഷ്ണൻ്റെ, അതിൽ ഫോട്ടോയിൽ പെയിൻ്റ് അടിക്കാനും എല്ലാവരും പിന്നെ ബോർഡുകളിൽ പേര്, ബോട്ടിൻ്റെ മുകളിൽ പേര് എഴുതാനും എല്ലാத்தைയും ഞങ്ങൾ വിളിക്കും. പിന്നെ ഒരു പെണ്ണായത് കാരണം ആണുങ്ങൾ മാത്രം എടുക്കുന്ന സ്ഥലം ബോട്ട് ജാട് എന്ന് പറയും. അപ്പോൾ അവിടെ വന്ന് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പെങ്ങളെ സ്ഥിതിക്ക് ഞങ്ങൾ കൊണ്ടുപോകും, അവിടെ ചെയ്യിക്കാറുണ്ട്. എത്ര ഭംഗിയായിട്ട് ഓരോ ചിത്രത്തിലും ഭാവങ്ങൾ, ഏതൊക്കെ ഭാവങ്ങളുണ്ട് അതുവരെ എത്ര തന്മയത്വത്തോടുകൂടി റീന വരച്ച് കാണിക്കാറുണ്ടെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന റീനയ്ക്ക് ഇത് പക്ഷേ ഇതുവരെ അവളുടെ കഴിവുകൾ എവിടെയെങ്കിലും എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ റീന ഒരു ഭാഗ്യമില്ലാത്തൊരു കലാകാരി എന്നാണ്. വിവാഹ ജീവിതം കൊതിച്ചെങ്കിലും പ്രാരാബ്ധങ്ങൾക്കിടയിൽ അതൊരു സ്വപ്നമായി അവശേഷിച്ചു. കടപ്പുറത്തെ നന്മകൾ വറ്റാത്ത മനസ്സുകൾ റീനയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നു. എങ്കിലും അതിനൊക്കെ അപ്പുറം എത്രയോ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രതിഭ ഈ ചിത്രകാരിക്കുണ്ട്. വേദനകളുടെയും ഭീതിയുടെയും ആന്തരിക സംഘർഷത്തിൽ ജീവിതത്തിൽ തോറ്റുപോയെന്നാണ് റീന പറയുന്നത്. പക്ഷേ സ്വന്തമായി ഒരു ക്യാൻവാസ് പോലും ഇല്ലെങ്കിലും വരച്ചു തീർക്കാൻ നേർക്കാഴ്ചകളുടെയും വർണ്ണവിസ്മയങ്ങളുടെയും ഒരു കടൽ റീനയുടെ ഉള്ളിൽ ബാക്കിയുണ്ട്. ഒരുപക്ഷെ നമുക്കിടയിലെ സഹൃദയർക്ക് ഈ ചിത്രകാരിയുടെ വരകൾ ക്യാൻവാസിലേക്ക് പകർത്താൻ സഹായിക്കാൻ കഴിഞ്ഞേക്കും. കടലോളം നന്മയുള്ള എത്രയോ മനുഷ്യർ ഈ ആൾക്കടലാഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. അവരുടെ കണ്ണുകൾ ഈ ചിത്രകാരിയിൽ പതിഞ്ഞാൽ റീനയുടെ ജീവിത നൗക
തിരകൾ താണ്ടി തീരത്തണയും.